ചെന്നിത്തല അഹമ്മദ് പട്ടേലുമായി ദില്ലിയിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്നു. കേരള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. വിശദാംശങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, രാവിലെ ചെന്നിത്തല പറഞ്ഞത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ദില്ലിയിൽ എത്തിയത് എന്നാണ്. കത്ത് തന്നെ ആയിരിക്കുമോ പട്ടേലുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ? ധന്യ, ഉമ്മൻചാണ്ടിക്കും അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്ത് വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തിയത്. രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ട ചെന്നിത്തല ഇത് വ്യക്തിപരമായ ആവശ്യത്തിനു വേണ്ടിയാണ് ദില്ലിയിലെത്തിയതെന്നും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചകളും ഇല്ല എന്നും വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം നാഷണൽ ഹെറാൾഡുമായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി കോൺഗ്രസ് നേതാക്കളെല്ലാം AICC ആസ്ഥാനത്തെത്തിയപ്പോൾ രമേശ് ചെന്നിത്തലയും AICC ആസ്ഥാനത്തുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ ശ്രമിച്ചെങ്കിലും നാഷണൽ ഹെറാൾഡ് വിഷയത്തിലുള്ള തിരക്കിലായതിനാൽ സോണിയയെ കാണാൻ സാധിച്ചില്ല. തുടർന്നാണ് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയത്. രമേശ് ചെന്നിത്തല അഹമ്മദ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള രഹസ്യ വിവരത്തിനെ തുടർന്നാണ് ചെന്നിത്തലയുടെ വാഹനത്തെ പീപ്പിൾ TV പിന്തുടർന്നത്. ഏകദേശം 6:30 അഹമ്മദ് പട്ടേലിന്റെ വസതിയിലെത്തിയ ചെന്നിത്തല 1 മണിക്കൂർ നേരത്തോളം അഹമ്മദ് പട്ടേലുമായി ചർച്ച നടത്തി. കേരളത്തിലെ വിഷയങ്ങൾ തന്നെയാണ് 1 മണിക്കൂർ നേരവും ചർച്ച ചെയ്തത്. പ്രത്യേകിച്ചും ഈ കത്തിലെ ഉള്ളടക്കം സംബന്ധിച്ച് ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമാണ് എന്നതാണ് രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പ് നേതാക്കളുടെയും നിലപാട്. ഈ നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിലും ദേശീയ നേതൃത്വത്തിന് മുന്നിലും ചെന്നിത്തല ആവർത്തിക്കുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ചെന്നിത്തലയോട് പീപ്പിൾ TV പ്രതികരണം ആരാഞ്ഞു. എന്നാൽ പ്രതികരിക്കാൻ ചെന്നിത്തല തയ്യാറായിട്ടില്ല. ധന്യ, സന്തോഷ്, ഇത്തരത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കെ, ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന മന്ത്രി അതേ പ്രശ്നത്തിൽ ആരോപണ വിധേയന ഇല്ലെങ്കിൽ കത്ത് നൽകി എന്ന് പറയപ്പെടുന്ന ആളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ എന്തെങ്കിലും ചർച്ചകൾ ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കേരള ഘടകത്തിലാണെങ്കിൽ കൂടി നടക്കുന്നുണ്ടോ? ധന്യ, ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, രാവിലെ ചെന്നിത്തല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞപ്പോൾ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പട്ടേൽ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ തീർച്ചയായും അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഒന്നുമില്ല. നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ കത്തിന്റെ വിഷയത്തിനല്ല ഞാൻ ദില്ലിയിലെത്തിയത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ചെന്നിത്തല ഒഴിഞ്ഞു മാറിയിരുന്നു. സ്വാഭാവികമായും അതിനുശേഷം ദില്ലിയിലെ മാധ്യമപ്രവർത്തകരും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട അതിന് പുറകെയായിരുന്നു. ഈ സമയത്താണ് അഹമ്മദ് പട്ടേലുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയും വൈകുന്നേരം അപ്പോയിന്റ്മെന്റ് അഹമ്മദ് പട്ടേലിനെ കാണുമെന്ന സൂചന ലഭിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ TV ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഏതായാലും ഈ വിഷയം തീർച്ചയായും ഒരു തരത്തിൽ ഇത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് അവിടെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ചെന്നിത്തല ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളെ പറ്റി പരസ്യമായി പറയാത്തത്? അല്ലെങ്കിൽ എന്തിനാണ് ഈ ദില്ലി സന്ദർശനം, ഈ കത്ത് വിവാദം ചൂടുപിടിച്ചിരിക്കുന്ന സമയത്ത് നടത്തിയ ദില്ലി സന്ദർശനം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ചെന്നിത്തല ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് കാണുന്നത്. നേരത്തെ തന്നെ ഈ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചനയും നൽകിയിരുന്നു. ഏതായാലും ഈ കത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പ് നേതാക്കൾക്കും യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. രാവിലെ മാധ്യമപ്രവർത്തകർ ഈ ഉള്ളടക്കം നിഷേധിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മൗനമായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. ഏതായാലും ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ നിലപാട്, ഇപ്പോൾ താൽക്കാലികമായി വിഷയങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുക, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക, പകരം ഈ കത്തിലെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഇത് ആവശ്യമായ ഘട്ടത്തിൽ നടപടികൾ, ഈ കത്തുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം 22-ാം തീയതി കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ഉമ്മൻചാണ്ടിയെയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും സുധീരനെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയും AK ആന്റണിയും നാളെ പുലർച്ചയോടുകൂടി അമേരിക്കയിലേക്ക് പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഇരുവരും തിരിച്ചു വരൂ. അതുകൊണ്ട് തന്നെ 22-ാം തീയതി ഈ യോഗത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉന്നത ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന 22-ലെ മീറ്റിംഗ് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഈ ചർച്ച നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആന്റണിയും എല്ലാം തന്നെ ഉണ്ടാകണം എന്നുള്ള നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്തായാലും ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത്. ധന്യ, എം സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തിന്റെ ഉറവിടം തേടി ദില്ലി പോലീസിൽ പരാതി. ഹനുമാൻ സേനയാണ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പരാതിയിൽ അടുത്ത തിങ്കളാഴ്ച കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം രണ്ടായി ചേരിതിരിഞ്ഞുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ പ്രതിച്ഛായ തകർന്നുവെന്നും എന്നിട്ടും മുഖ്യമന്ത്രി കടിച്ചു തൂങ്ങുകയാണെന്നും കോടിയേരി പ്രതികരിച്ചു.
കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രണ്ടായി ചേരിതിരിഞ്ഞിരിക്കുകയാണ്. അതിലൊരു വിഭാഗം ഉമ്മൻചാണ്ടി നടത്തുന്ന അഴിമതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഈ വിവാദം തെളിയിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞൊരു മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അഴിമതി എല്ലാ സീമകളിൽ ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കത്തിൽ ആക്ഷേപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർന്നു എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് ഇന്ധനവില കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിക്ക് കൈരളി ടി.വി. നിവേദനം നൽകുന്നു. റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന പേരിൽ ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് നിവേദനം നൽകുന്നത്. മാധ്യമമെന്ന നിലയിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഇന്ധനവില കുറയ്ക്കണമെന്ന ആവശ്യവുമായി കൈരളി പീപ്പിൾ TV റെഡ്യൂസ് പെട്രോൾ പ്രൈസ് PM എന്ന ഹാഷ്ടാഗിൽ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ അസംസ്കൃത എണ്ണ ബാരലിന് $120 വില. ഇപ്പോൾ അത് $36 താഴ്ന്നിരിക്കുന്നു. എന്നാൽ പെട്രോൾ വിലയിൽ 69 രൂപ 15 പൈസയിൽ നിന്നും 63 രൂപ 67 പൈസ എന്ന നിലയിലേക്കുള്ള കുറവ് മാത്രമാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താവിന് ലഭിക്കേണ്ട മെച്ചം എക്സൈസ് തീരുവ ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊള്ളയടിക്കുകയാണ്. പെട്രോൾ ലിറ്ററിന്റെ വിലയുടെ 69.59% ഈ ഇനത്തിലാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭരണകൂടത്തിന്റെ കൊള്ളയ്ക്കെതിരെ കൈരളി പീപ്പിൾ TV ജനാഭിപ്രായം സ്വരൂപിക്കാൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രതികരണമാണ് ക്യാമ്പയിന് ലഭിച്ചത്. ആയിരക്കണക്കിന് പേർ പിന്തുണ പ്രഖ്യാപിച്ചു. ജനമനസ് പറയുന്നത് പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ടത് കൈരളി പീപ്പിൾ സാമൂഹികപരമായ കടമയായി കാണുന്നെന്നും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വയനാട്ടിൽ കോൺഗ്രസ് നേതാവ് PV ജോൺ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ DCCയിൽ അച്ചടക്ക നടപടി. DCC സെക്രട്ടറി സിൽവി തോമസ് ഉൾപ്പെടെ 4 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ടിന്മേൽ KPCCയാണ് നടപടിയെടുത്തത്. വിശദാംശങ്ങളുമായി MR സജേഷ് ചേർന്നു. സജേഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് DCC ജനറൽ സെക്രട്ടറി PV ജോൺ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഇപ്പോൾ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുള്ളത്. PV ജോൺ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചിട്ടുള്ള DCC സെക്രട്ടറി സിൽവി തോമസിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്ന തീരുമാനമാണ് KPCC ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് KL പൗലോസിനെതിരെ KPCC രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. PV ജോണിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ കടുത്ത വിയോജിപ്പും അസംതൃപ്തിയും അറിയിക്കുന്നതിനും KPCC തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള മറ്റ് KPCC നേതാക്കളായ PV ബാലചന്ദ്രൻ, KK അബ്രഹാം, അഡ്വക്കേറ്റ് NK വർഗീസ് എന്നിവർക്കെതിരെയും KPCC അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. DCC സെക്രട്ടറി സിൽവി തോമസിനെ കൂടാതെ അഡ്വക്കേറ്റ് ജോസ് കുമ്പക്കൽ, ലേഖ രാജീവൻ, PV ജോസ്, PV രാജൻ മാസ്റ്റർ എന്നിവരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ധന്യ. MR സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം. ദില്ലി പട്യാല മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായ ഇരുവർക്കും 50,000 രൂപയുടെ ബോണ്ടിലും ഒരാൾ ഈടിലുമാണ് ജാമ്യം ലഭിച്ചത്. സോണിയാഗാന്ധിക്ക് വേണ്ടി AK ആന്റണിയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിയും ജാമ്യം നിന്നു. അടുത്ത മാസം ഫെബ്രുവരി 20-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇരുവരും ഹാജരാകും. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഇതുവരെ നടന്ന അന്വേഷണ വിവരങ്ങൾ ഹാജരാക്കാൻ വിജിലൻസ് ഡയറക്ടറുടേതാണ് കോടതി നിർദ്ദേശിച്ചത്. ജനുവരി 7-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ്. ഫാത്തിമ ഗോൾഡ് 4ാം വാർഷികാഘോഷം കണ്ണൂർ ഫാത്തിമ ഗോൾഡ് ഷോറൂമിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ C. സമീർ ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമ ഗ്രൂപ്പ് MD മുഹമ്മദ് റാഫി, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് MD KV മുഹമ്മദ് കുഞ്ഞി, ജനറൽ മാനേജർ നിഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഫാത്തിമ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം പുതുവത്സരത്തിൽ പയ്യന്നൂരിൽ ആരംഭിക്കുമെന്ന് MD മുഹമ്മദ് റാഫി അറിയിച്ചു. ശബരിമലയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്കുള്ള പൈപ്പുകൾ പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു. ഭസ്മക്കുളത്തിന് സമീപം ഒഴുകുന്ന മലിനജലം കുമ്പളാന്തോട് വഴി പമ്പയിലാണ് എത്തുന്നത്. മലിനജല സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉന്നതാധികാര സമിതി പ്രഖ്യാപിച്ച് 10 ദിവസം പിന്നിട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല.